ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിലെ നാഷണൽ മീൻസ് കമ്പയർഡ് സ്കോളർഷിപ്പ് എക്സാമിനേഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ചാനലിൽ ഈ രണ്ട് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് വീഡിയോസ് അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാറ്റ്കം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുകൂടി കണ്ടു നോക്കുക. സോ ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ 368047, 640837, 809467, 304867 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിനകത്ത് ഏതൊക്കെയാണ് ഓഡ് നമ്പർ, ഏതൊക്കെയാണ് ഈവൻ നമ്പർ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന പേരുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം ഓഡ് നമ്പറുകളാണ്. അപ്പൊ ഇതിനകത്ത് ഈവൻ നമ്പർ ആയിട്ട് ഒരു നമ്പർ പോലും ഇല്ല. അപ്പൊ അതല്ല അതിനകത്ത് കാരണം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതിനേലും മൾട്ടിപ്പിൾ ആണോ നോക്കാം. അതിന് മുമ്പ് ഏറ്റവും എളുപ്പമുള്ള കാര്യം നമ്പറുകൾ തമ്മിലൊന്ന് കൂട്ടി നോക്കാം. നമ്പർ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 3 + 6 9, 9 + 8 എന്ന് പറയുന്നത് 17, 17 + 4 എന്ന് പറയുന്നത് 21, 21 + 7 എന്ന് പറയുമ്പോൾ 28. ഇത് കൂട്ടി നോക്കി. 6 + 4 10, 10 + 0 10, 18, 18 + 3 21, 21 + 7 28, 8 + 0 0 8, 8 + 9 17, 17 + 4 21, 21 + 6 33, 33 + 7 that is equal to 40. Sorry, there is a mistake. 8 + 9 17, 17 + 4 21, 21 + 6 27, 27 + 7 that is equal to 34. This is 34, not 40, 34. ഇവിടെ 3 + 4 7, 7 + 8 15, 15 + 6 21, 21 + 7 that is equal to 28. അപ്പൊ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ബാക്കി 3 ഓപ്ഷൻസിനകത്ത് 28 ആണ് കിട്ടുന്നത്. തേർഡ് ഓപ്ഷനിൽ മാത്രം 34 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 809467 ആയിരിക്കും. ക്ലിയർ? The next question, in a certain code language 63728 is written as 56483. Which number is represented by the code 34342? ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ 63728 എന്നതിനെ 56483 എന്ന് എഴുതിയാൽ 34342 എന്ന കോഡിനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ ഏത്? 34342 എന്ന് പറയുന്ന 34342 എന്ന കോഡിനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ ഏത്? സോ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോഡ് ലാംഗ്വേജിൽ 63728 എഴുതിയിരിക്കുന്ന കോഡ് ഇങ്ങനെയാണ്. കോഡ് എന്ന് പറയുന്നത് 56483 എന്നാണ്. 56483 എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ 6ൽ നിന്ന് 1 പോയാൽ 5 കിട്ടും. 3യോട് കൂടി 3 കൂട്ടിയാൽ 6 കിട്ടും. 7ൽ നിന്ന് 3 കുറച്ചാൽ 4 കിട്ടും. 2വിനോട് കൂടി 6 കൂട്ടിയാൽ 8 കിട്ടും. 8ൽ നിന്ന് 5 കുറച്ചാൽ 3 കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന ഒരു കോഡാണ് തന്നിരിക്കുന്നത്. കോഡ് തന്നിരിക്കുന്നത് എന്താണ്? 34342 ആണ് തന്നിരിക്കുന്ന കോഡ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരെ തിരിച്ച കോഡല്ല ചോദിച്ചിരിക്കുന്നത്, നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 കുറച്ചാലാണ് കിട്ടുന്നതെങ്കിൽ തിരിച്ച് 1 കൂട്ടുക. 4 കിട്ടി. ദെൻ 6നോട് കൂടി 4ൽ നിന്ന് 3 കുറച്ചാൽ 4ൽ നിന്ന് 3 കുറച്ചാൽ കാരണം എന്താണ്? 3യോട് കൂടി 3 കൂട്ടിയപ്പോൾ 6 കിട്ടി. കാരണം 4ൽ നിന്ന് 3 കുറച്ചാൽ നമുക്കിവിടെ 1 കിട്ടും. ദെൻ ഇവിടെ എന്താണ്? ഇവിടെ ഈ നമ്പറിൽ നിന്ന് 3 കുറച്ചാൽ 3 കിട്ടുമെങ്കിൽ ഇവിടെ നേരെ തിരിച്ചു കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? +3 കൂട്ടുന്നു. +3 കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടും. കറക്റ്റ്. ഇനി ഇവിടെ നിന്ന് 2വിൽ നിന്ന് 6 കൂട്ടിയാൽ 8 കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് 6 കുറയ്ക്കണം. ഇവിടുന്ന് 6 കുറച്ചാൽ എന്ത് സംഭവിക്കും? 4ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് -2 കിട്ടും. കറക്റ്റ്. 6 കുറച്ചാൽ -2 കിട്ടും. then എന്താണ്? ഇവിടെ 8ൽ നിന്ന് 5 കുറച്ചപ്പോൾ 3 കിട്ടി. അതായത് ഇവിടുന്ന് 5 കൂട്ടണം. സോ ഇവിടുന്ന് 5 കൂട്ടുന്നു. ഇത് 7 കിട്ടും. 4 1 6 -2 7. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതല്ല അവിടുത്തെ സ്കീം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ ഇട്ട് നോക്കിയാലോ? 6 3 7 2 8. ഇതിന്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ഓപ്പോസിറ്റ് ഓർഡറിൽ 3 8 3 8 4 6 5. ഇതെന്താണ്? ഇത് 3 കുറച്ചു, 5 കൂട്ടി, 3 കുറച്ചു, 4 കൂട്ടി,
ഇവിടെ 3 കുറച്ചു. കറക്റ്റ്. 8ൽ നിന്ന് 3 പോയി 5 കിട്ടി. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കോഡ് എന്നൊന്ന് എറൈസ് ചെയ്യാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് 34342 ആണ്. 34342 ആണ്. കോഡ് കിട്ടാൻ 3 കുറച്ചെങ്കിൽ നമ്പർ കിട്ടാനായിട്ട് 3 കൂട്ടുക. നമ്പർ കിട്ടാൻ 3 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? സോ ദിസ് വിൽ കം. ഓക്കെ, കോഡ് അപ്പോൾ നമ്മൾ തിരിച്ചെഴുതാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കോഡ് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കോഡിനെ നമ്മൾ തിരിച്ചെഴുതാം. കാരണം നമ്മൾ കോഡ് തിരിച്ചെഴുതിയാണ് രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കിയത്. കോഡിനെ നമ്മൾ തിരിച്ചെഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും 24343. അപ്പം എന്ത് ചെയ്യണം? 6ൽ നിന്ന് 3 കുറച്ചാൽ 3 കിട്ടിയെങ്കിൽ 2നോട് കൂടി 3 കൂട്ടണം. 2നോട് കൂടി 3 കൂട്ടി എന്ത് കിട്ടും? 5 കിട്ടും. അങ്ങനെ ഒരു സീക്വൻസ് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുമല്ല ആൻസർ. അപ്പോൾ ഈ രണ്ട് പേരുകൾ നമ്മൾ കമ്പയർ ചെയ്തിട്ടും നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. രണ്ട് പേരുകൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. സോ വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും പോസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ അഡ്ജസ്റ്റന്റ്, ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടോ നോക്കാം. അല്ല, നിങ്ങളോട് ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതെന്ന് പറയുന്നത് ഓഡ് പ്ലേസ് ആണ്. ദിസ് ഈസ് ഓഡ് പ്ലേസ്, ദിസ് ഈസ് ഈവൻ പ്ലേസ്. ഇതിനെ നമ്മൾ ഓഡ് പ്ലേസ്, ഈവൻ പ്ലേസ്, ഇത് ഓഡ് പ്ലേസ്. ഓക്കെ, ഫൈൻ. ഫോർ എക്സാമ്പിൾ ഇത് യൂണിറ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്, ഫോർത്ത് ഡിജിറ്റ്, ഫിഫ്ത്ത് ഡിജിറ്റ്. അപ്പം അങ്ങനെ നമ്മൾ പ്ലേസുകളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഈ ഓഡ് പ്ലേസിലുള്ളതെന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ കുറവുള്ളതാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ കുറവുള്ളതാണ് കോഡ്. ഈവൻ പ്ലേസിലെ കോഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ഹയർ ആണ് കോഡ് എന്ന് പറയുന്നത്. കറക്റ്റ്. അതായത് ഓഡ് പ്ലേസിലെ ഒരു നമ്പറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ലെസ് ആണ്, കുറവുള്ള നമ്പറാണ് വന്നിരിക്കുന്നത്. ഈവൻ പ്ലേസിലുള്ള നമ്പറിനെ എടുത്താൽ ഈവൻ പ്ലേസിലെ നമ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് വലുതാണ്, ഗ്രേറ്റർ ദാൻ ദ പ്ലേസ് വാല്യൂനേക്കാൾ. 3 ആണ് 6 വന്നു, 2 ആണ് 8 വന്നു. കുറയുമ്പോൾ 6 എന്തായി? 5 ആയി. 7 എന്ന് പറയുന്നത് 4 ആയി. 8 എന്ന് പറയുന്നത് 3 ആയി. അതേ രീതിക്ക് 3, 4, 3, 4, 2 കമ്പയർ ചെയ്യുന്നു. 3, 4, 3, 4, 2 കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഓഡ് പ്ലേസിൽ എന്ത് സംഭവിക്കണം? ഓഡ് പ്ലേസിൽ ഇങ്ങോട്ടേക്ക് കുറയുവാണെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? കൂടിയിരിക്കണം. സോ ഇപ്പം ഇതെന്താണ്? ഇത് 3യേക്കാൾ വലുതായിരിക്കണം. ഈ 4നേക്കാൾ എന്തായിരിക്കണം? 4നേക്കാൾ ചെറുതായിരിക്കണം. കറക്റ്റ്. കാരണം ഈവൻ പ്ലേസിലുള്ളത് അതിന്റെ കോഡ് എന്ന് പറയുന്നത് വലുതാണെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് കുറവായിരിക്കണം. കറക്റ്റ്. ദ സെയിം വേ ആലോചിച്ചാൽ നമ്മളിവിടെ 3 ഇതെന്ന് പറയുന്ന ഓഡ് പ്ലേസ് ആണ്. അപ്പൊ 3യേക്കാൾ കൂടുതലായിരിക്കണം. 4 എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? 4നേക്കാൾ കുറവായിരിക്കണം. 2നേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ നമ്മൾ നോക്കി 3യേക്കാൾ കൂടുതൽ വരുന്ന കോഡുകൾ ഏതൊക്കെ? എല്ലാത്തിനകത്തും സെയിം ആണ്. ദെൻ 4നേക്കാൾ താഴെ വരണം. അപ്പൊ ഈ പറയപ്പെടുന്ന ഫസ്റ്റ് കോഡ് നടക്കത്തില്ല. സെക്കൻഡ് കോഡിൽ വരുമ്പോൾ എന്താണ്? 4നേക്കാൾ കുറവ് വരുന്നുണ്ട്. സോ അപ്പോൾ ഇത് ഓക്കെയാണ്. ഇവിടെയും കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് പറ്റാതെ വരും. ഇനി മൂന്നാമത്തെ നോക്കിയാൽ, മൂന്നാമത്തെ നോക്കുമ്പോൾ എന്താണ്? 3നേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറ്റത്തില്ല. ഇവിടെ 3നേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. ദെൻ നാലാമത്തെ കോഡ് എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തെ കോഡിനകത്ത് നമ്പർ എന്ന് പറയുന്നത് 4നേക്കാൾ കുറവായിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, ഫൈൻ. ഇനി അടുത്ത കേസിൽ എന്താ വന്നിരിക്കുന്നത്? 2നേക്കാൾ കൂടുതലായിരിക്കണം. 7 എന്ന് പറയുന്നത് 2നേക്കാൾ കൂടുതൽ. അപ്പം നമ്മൾ നോക്കിയേ 4, 2, 6, 1, 7 വർക്ക് ആവുമെന്ന് നോക്കിയേ. ഓഡ് പ്ലേസിലുള്ള നമ്പർ അതിന്റെ കോഡ് എന്ന് പറയുന്നത് അതിനേക്കാൾ ചെറുത്, ഈവൻ പ്ലേസിലുള്ള നമ്പറിന്റെ കോഡ് അതിനേക്കാൾ വലുത്, ഓഡ് പ്ലേസിലുള്ളതിനേക്കാൾ കുറവ്, ഈവൻ പ്ലേസിലുള്ളതിനേക്കാൾ കൂടുതൽ, ഓഡ് പ്ലേസിലുള്ളതിനേക്കാൾ കുറവ്. സോ അതാണ് അവിടുത്തെ കോഡ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 42617 ആയിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് കോഡ് ഇട്ട് നോക്കും. കോഡ് ഇട്ട് നോക്കുമ്പോൾ ഓപ്ഷൻസിനകത്ത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ല. ഇവിടെ ഒരേ ഒരു ലോജിക്ക് മാത്രം. ഓഡ് പ്ലേസിലുള്ള നമ്പർ എന്ന് പറയുന്നത് അതിനേക്കാൾ കോഡ് എന്ന് പറയുന്നതിനേക്കാൾ ചെറുതായിരിക്കും, ഈവൻ പ്ലേസിലുള്ള നമ്പറിനേക്കാൾ വലുതായിരിക്കും അതിന്റെ കോഡ് എന്ന് പറയുന്നത്. ആ ലോജിക്കിലാണ് നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഫൈൻ. ഇനി there is a relationship between two terms to the left of. Find the pair from the 4 alternatives which holds the same relationship. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ചിഹ്നത്തിന് ഇടതുവശമുള്ള 2 വാക്കുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം മനസ്സിലാക്കിയ ശേഷം ചിഹ്നത്തിന് അനുയോജ്യമായ ജോഡി കണ്ടെത്തുക. റൈറ്റർ ബുക്ക്, എന്താണ് അർത്ഥം? റൈറ്റർ ബുക്ക് എഴുതുന്നു, എഴുത്തുകാരൻ പുസ്തകം എഴുതുന്നു. പോയം പോയറ്റ്, അതിന്റെ അർത്ഥം പോയറ്റ് പോയം എഴുതുന്നു. സോ ഓർഡർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. കവി പദ്യം എഴുതുന്നു. ആർക്കിടെക്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ആർക്കിടെക്ട് ബിൽഡിംഗ് ഉണ്ടാക്കും. ആരുടെ ഡയറക്ഷൻ നോക്കണം? ആർക്കിടെക്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. കമ്പോസർ സോങ് കമ്പോസ് ചെയ്യുന്നു. രചയിതാവ് ഗാനം എഴുതുന്നു. ഓക്കെ, ദെൻ കാർപ്പൻറ്റർ ചെയർ ഉണ്ടാക്കുന്നു. ആശാരി കസേര ഉണ്ടാക്കുന്നു. സോ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓർഡർ ഇങ്ങനെയാണ്. റൈറ്റ് ടു ആണ്. അപ്പൊ റൈറ്റ് ടുവിൽ തന്നെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ നമ്പർ 3യിലാണ്.
ഓപ്ഷൻ നമ്പർ 3 ആണ് ഇതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കെയിൽസ് ഫിഷസ്, എൻ്റെ അടുത്ത് മീന് ചെതുമ്പലുണ്ട്. ഡൺ, വെരി ഗുഡ്. ദെൻ നേരെ ആലോചിക്കുമ്പോൾ ട്രീസിൽ എന്തുണ്ട്? ലീവ്സ് ഉണ്ട്. മരങ്ങളിൽ ഇലകളുണ്ട്. മാന് സ്കിന്നുണ്ട്, ദാറ്റ് മീൻസ് മനുഷ്യന് തൊലിയുണ്ട്. പക്ഷിക്ക് തൂവലുണ്ട്. ലേഡിക്ക് എന്തുണ്ട്? ലേഡി ഡ്രസ് ഇടുന്നു. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഓർഡർ ഫിഷിന് സ്കെയിൽസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ മാന് സ്കിൻ ഉണ്ട്. കാരണം എന്താണ്? ഓർഡർ ഈ ഡയറക്ഷൻ, ലെഫ്റ്റ് ദ ഡയറക്ഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ 2 തൊലി മനുഷ്യൻ എന്നുള്ളത് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ആ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ തോന്നിയിട്ട് റൈറ്റർ ബുക്ക് അങ്ങനെയാണെങ്കിൽ പോയി എഴുതൂല്ലോ, സോ അതല്ലേ ആൻസർ വരണ്ടേ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ആ ഓർഡർ കൂടി നോക്കേണ്ടത്, ഡയറക്ഷൻ കൂടി നോക്കേണ്ടതാണ്. പേപ്പർ വുഡ്, അതായത് എന്താണ്? വുഡിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. കറക്റ്റ്. ക്ലോത്തിൽ നിന്ന് ഡ്രസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ക്ലോത്തിൽ നിന്ന് ഡ്രസ് ഉണ്ടാക്കുന്നു. തുണിയിൽ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ബ്രഷിൽ നിന്ന് പെയിന്റിൽ നിന്ന് ബ്രഷ്. നോ, ബ്രഷ് അടിക്കാൻ നമുക്ക് പെയിന്റ് വേണം. പെയിന്റ് അടിക്കാൻ നമുക്ക് ബ്രഷ് വേണം. ചായം അടിക്കാനായിട്ട് നമുക്ക് ബ്രഷ് വേണം. സോ ആ ഒരു കണക്ഷൻ ഇവിടെ പറയാൻ പറ്റില്ല. ഇങ്ക് കളർ, അതിന്റെ അർത്ഥം എന്താണ്? ഇങ്കിന് ഒരു കളർ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന കളറിൽ നിന്നാണ് ഇങ്ക് ഉണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം. കളറിൽ നിന്നാണ് ഇങ്ക് ഉണ്ടാക്കുന്നത്, ബട്ട് നോ, നോട്ട് ദാറ്റ് മച്ച് കറക്റ്റ് റിലേഷൻഷിപ്പ്. ദെൻ ക്ലേ ബ്രിക്ക്, കളിമണ്ണിൽ നിന്ന് ചുടുകല്ലുണ്ടാക്കുന്നു. കറക്റ്റ്, കളിമണ്ണിൽ ചുടുകല്ലുണ്ടാക്കുന്നു. തടിയിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുന്നു, അതേപോലെ കളിമണ്ണിൽ നിന്ന് ചുടുകല്ലുണ്ടാക്കുന്നു. സോ റിലേഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബ്രിക്ക് ആൻഡ് ക്ലേയിലാണ്. കറക്റ്റ് ഡയറക്ഷൻ മെയിൻറ്റെയിൻഡ് ആയിട്ടുണ്ട്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും. സോ നമ്മൾ 5 ക്വസ്റ്റ്യൻ കണ്ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അതുപോലെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായം അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.